Dear student, first of all, welcome to Blossom College. നിങ്ങൾ ബ്ലോസം കോളേജിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിലുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്കറിയാം ഫിസിക്സ് മെയിനായിട്ട് എടുത്തവർക്ക് രണ്ട് കോംപ്ലിമെൻ്ററീസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇസ് എ മാത്തമാറ്റിക്സ് ആൻഡ് അതർ ഇസ് എ കെമിസ്ട്രി. ഞാനിവിടെ കെമിസ്ട്രിയുടെ ഏതെല്ലാമാണ് സിലബസ്, എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏത് റിവൈസ്ഡ് ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് ഞാനിവിടെ പറയുന്നത്. നോർമലി ഇത് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഫേസ് ടു ഫേസ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. ബട്ട് വി നോ വാട്ട് ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ നൗ. സോ ഐ എം എക്സ്പ്ലെയിനിങ് ഓർ ഐ എം ടെല്ലിങ് വാട്ട് ഓൾ ആർ ദ തിങ്സ് ദാറ്റ് യു വാണ്ട് ടു ഫോളോ ഇൻ ദിസ് ഇയർ. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദ 2 സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2. ഓരോ സെമസ്റ്ററിലും നിങ്ങൾ പഠിക്കുന്ന പേപ്പേഴ്സ് എന്നാണ്. നിങ്ങൾ ഇതുവരെയുള്ളത് ഓരോ സബ്ജക്ട്സ് ആണെങ്കിൽ കെമിസ്ട്രി ഓക്കെ. പക്ഷേ ഇവിടെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പർ, അത് ഓർഗാനിക് ആകാം, ഇനോർഗാനിക് ആകാം, ജനറൽ കെമിസ്ട്രി ആകാം, ഫിസിക്കൽ കെമിസ്ട്രി ആകാം ഓക്കെ. അതെന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ ദിസ് ഐ എം ഗോയിങ് ത്രൂ ദ സിലബസ്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് BSc ഡിഗ്രി പ്രോഗ്രാം ഇൻ കെമിസ്ട്രി. അതായത് ഈ ഒരു കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് തരുന്ന മെയിനായിട്ടുള്ള കെമിസ്ട്രിയിലുള്ള നിങ്ങൾക്ക് തരുന്ന കോംപ്ലിമെൻ്ററിയാണ് ഞാനിവിടെ പറയുന്നത്. ആൻഡ് യു ആർ അണ്ടർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം. ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് 2019 റിവൈസ് ചെയ്തതാണ്. അതിനു മുൻപേ റിവൈസ് ചെയ്തിരുന്നത് 2014 സോ 2019 അഡ്മിഷൻ ഓൺവേർഡ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് ഓക്കെ. ഞാനിവിടെ കൊടുത്തിട്ടില്ല കോംപ്ലിമെൻ്ററി കോഴ്സ് സിലബസ് ഫോർ കോംപ്ലിമെൻ്ററി കോഴ്സസ്. അത് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി കോഴ്സ് 1 എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലുള്ള ഫസ്റ്റ് സെം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് 6 months അതാണ് കോംപ്ലിമെൻ്ററി കോഴ്സ് 1. ഈ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള നിങ്ങളുടെ പേപ്പറിൻ്റെ പേരാണ് ജനറൽ കെമിസ്ട്രി ഓക്കെ. ദെൻ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി കോഴ്സ് 2 ആൻഡ് യുവർ പേപ്പർ നെയിം ഇസ് ഫിസിക്കൽ കെമിസ്ട്രി. ദെൻ തേർഡ് സെമ്മിലോട്ട്, അതായത് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ തേർഡ് സെമ്മിലോട്ട് എൻ്റർ ചെയ്തു എന്നാണ്. സോ കോംപ്ലിമെൻ്ററി കോഴ്സ് 3 എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി. ദാറ്റ് ഈസ് ദ പേപ്പർ ദാറ്റ് യു വാണ്ട് ടു സ്റ്റഡി ഇൻ ദ third semester, that is in the second year. The next is a complementary course 4, അതായത് നിങ്ങളുടെ ഫോർത്ത് സെമ്മിലെത്തുന്ന സമയത്ത് എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിലുള്ള നാലാമത്തെ സെമസ്റ്ററിലോട്ട്, അതായത് ദ നെക്സ്റ്റ് 6 months എത്തുന്ന സമയത്ത് ദ പേപ്പർ ഇസ് ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇത് പറയാനുള്ള കാരണം നിങ്ങൾ ഇതുവരെ കെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റ് മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ chemistry, പക്ഷേ that chemistry consisting of the physical portion, organic portion, applied portion and general portion. But in degree you will study each paper. So this is a general chemistry for the first sem, physical chemistry for the second sem, organic chemistry for the third sem and physical and applied chemistry for the fourth semester. And then after that ഈ ഒരു 2 ഇയറിലും, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തുള്ളത്, ഒരു പ്രാക്ടിക്കൽ ഉണ്ട് ഓക്കെ. ദാറ്റ് ഈസ് കെമിസ്ട്രി പ്രാക്ടിക്കൽ. അപ്പോൾ ഇതും കൂടെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കോംപ്ലിമെൻ്ററി കെമിസ്ട്രി നിങ്ങളുടെ ഒരു പാർട്ടായിട്ട് മാറും ഓക്കെ. അപ്പോൾ ഇത്രയും പേപ്പേഴ്സും ദെൻ ദാറ്റ് പ്രാക്ടിക്കൽസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇനി ഇതൊക്കെയാണ് ഒരു സെമ്മിലുള്ള സിലബസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ. ദിസ് ഈസ് യുവർ ഫസ്റ്റ് സെമസ്റ്റർ സിലബസ് വിത്ത് കോഴ്സ് കോഡാണ് ഇവിടെ ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി കോഡുകളാണ് പറയുന്നത്. സോ CHE1 C01. This is a complementary course 1. ഞാൻ നേരത്തെ പറഞ്ഞു, I already discussed you. Then it is a general chemistry. Total hours, അതായത് total hours of this paper, ഈ ഒരു പേപ്പർ മൊത്തത്തിൽ പഠിപ്പിക്കേണ്ട hours എന്ന് പറയുന്നത് എത്ര hours ക്ലാസ്സസ് വേണമെന്നില്ല, 32 hours. ആൻഡ് ക്രെഡിറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത് 2. ആൻഡ് hours in a week, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള hours per week. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 2 ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ടോട്ടൽ മാർക്സ് 75. ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 75 ആണ്. ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് മാർക്സ് ഇൻറ്റേർണൽ 15 ആൻഡ് എക്സ്റ്റേർണൽ 60. ഇൻറ്റേർണൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ഇൻറ്റേർണൽ 15 മാർക്സ് ആൻഡ് എക്സ്റ്റേർണൽ ഇസ് 60. Total marks is 75 for this paper in this sem, that is a sem 1, that is a general chemistry. ഇനി സിലബസിൻ്റെ അകത്ത് നിങ്ങൾ മുൻപ് യൂണിറ്റ്സുകളായിട്ട് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സുകളായിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊഡ്യൂൾസുകളായിട്ടാണ് ഉള്ളത് ഓക്കെ. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 എന്ന മൊഡ്യൂൾസുകളായിട്ടാണ്. അപ്പോൾ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ചാപ്റ്റർ ഓർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ യൂണിറ്റ്. സോ യുവർ ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് അനലിറ്റിക്കൽ കെമിസ്ട്രി.
10 hours ടോട്ടൽ 10 hours എടുക്കേണ്ട ഒരു പോർഷനാണ് ഇത് അനലിറ്റിക്കൽ കെമിസ്ട്രി. ഈ 10 hours എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ക്ലാസ്സസ് ഫേസ് ടു ഫേസ് ക്ലാസ്സസിൻ്റെ ഒരു കണക്കാണ് യൂണിവേഴ്സിറ്റി പറയുന്ന കണക്ക്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചേഴ്സ് ദാറ്റ് വാസ് ടീച്ചിങ്. ഇറ്റ് മേ ബി more than 10 hours or it may be less than 10 hours. Okay. then ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ടോപ്പിക്സുകൾ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ വാട്ട് ഈസ് എൻ അറ്റോമിക് മാസ്, വാട്ട് ഈസ് എൻ മോളിക്കുലർ മാസ്, then what is a mole concept, what is a molar volume, then oxidation and reduction, then oxidation number and valency. ഈ ഓരോ പോയിന്റ്സും കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുൻപേ അറിയുന്ന പ്രീ റിക്വസിറ്റ്സ് ആയിരിക്കാം, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. ബട്ട് ഇറ്റ് ഈസ് ഡിസ്കസിങ് ഹിയർ ഓൾസോ. ഈക്വലൻറ്റ് മാസ്, ഇതൊരു സെക്ഷൻ, ഇത്രയും ഒരു സെക്ഷൻ കഴിഞ്ഞു, ഇത്രയും കഴിഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ, അല്ലേ? കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊളാലിറ്റി, molarity, normality, mole fraction, etc. And next is calculation of concentration on dilution of given solution. And you will get some problems. ഇത്രയും കാര്യം, ഇത് ഫസ്റ്റ് സെക്ഷൻ. ജനറൽ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇസ് ദ തിയറി ഓഫ് എ വോള്യൂമെട്രിക് അനാലിസിസ്. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽസിനും കൂടെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ തിയറി ഓഫ് വോള്യൂമെട്രിക് അനാലിസിസ്. കാരണം വോള്യൂമെട്രി നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ടൈട്രേഷൻ, സിമ്പിൾ ടൈട്രേഷൻസിൽ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്, അല്ലേ? എസിഡിമെട്രി, ആൽക്കലിമെട്രി, പെർമാംഗനോമെട്രി, ദെൻ ഡൈക്രോമെട്രി, കോംപ്ലെക്സോമെട്രി, നിങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലെല്ലാം തിയറി നിങ്ങളോട് ചിലപ്പോൾ ജസ്റ്റ് ചെയ്തിട്ട് വന്നതായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നു, ഇതിൻ്റെ തിയറി ഡിസ്കസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ യുവർ പ്രാക്ടിക്കൽ. ഇതിൻ്റെ തിയറി പ്രാക്ടിക്കൽ വൈവേ ആയിട്ടും ചോദിക്കും. So this is acid base titration, then redox titration അല്ലെങ്കിൽ complexometric titration, then acid base redox and complexometric indicators, then double burette method of titration, then principle and its advantages. Normally നിങ്ങൾ പ്ലസ് ടുവിൽ ചെയ്തിട്ടുള്ളത് സിംഗിൾ ബ്യൂററ്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ബ്യൂററ്റ് ആണ്. സോ അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ പ്രിൻസിപ്പൽസ് എല്ലാം ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഇസ് എ സെക്കൻഡ് സെക്ഷൻ ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ. Then next is a third section. സെക്ഷനായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്ന് പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൽ ഇൻ ദ സെപ്പറേഷൻ ഓഫ് കാറ്റയോൺസ് ഇൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ആപ്ലിക്കേഷൻ ഓഫ് കോമൺ അയൺ ഇഫക്റ്റ് ആൻഡ് സോലബിലിറ്റി പ്രോഡക്ട്സ്, then മൈക്രോ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, then what is accuracy and precision. ഇത് നിങ്ങളുടെ ഇനോർഗാനിക് മിക്സ്ചർ അനാലിസിസ് നിങ്ങൾ പ്ലസ് ടുവിൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? സോൾട്ട് തന്നിട്ട് നിങ്ങൾ മിക്സ്ചർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പൽസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ഇതിനകത്ത് യൂണിവേഴ്സിറ്റി പ്രത്യേകം പറയേണ്ട കാര്യം, ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് പെർട്ടിക്കുലർ ടെക്സ്റ്റുകളൊന്നുമില്ല, റെഫറൻസുകളാണുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് നോക്കാൻ ഒരുപാട് പല രീതിയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ബ്രൗസ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ. പക്ഷേ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന റെഫറൻസുകൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് ബുക്സുകൾ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ കൺസേൺ ടീച്ചേഴ്സ് പറയുന്ന ബുക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചേഴ്സ് ദോസ് ആർ ഡീലിംഗ് ദിസ് പെർട്ടിക്കുലർ topic. The next module is module 2, atomic structure and chemical bonding. It is also consisting of 10 hours. Plus 2 discuss ചെയ്തില്ല, എനിക്ക് തോന്നുന്നു പ്ലസ് 1 ഡിസ്കസ് ചെയ്തൊരു പോർഷനാണ് ഈ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ, വിച്ച് ഇസ് വെരി ഫെമിലിയർ ഫോർ യു. Atomic structure, what is a Bohr atom model and its limitation, de Broglie equation, Heisenberg's uncertainty principle, Schrödinger wave equation. We will mention only what is a Schrödinger wave equation. Then atomic orbitals. The next is quantum numbers and the significance. Then Pauli's exclusion principle, Hund's rule of maximum multiplicity, Aufbau principle and electronic configuration of atoms. This is the first section. അതായത് atomic structure and chemical bonding എന്നാണ് ഇതിൻ്റെ നെയിം ഉള്ളത്. Atomic structure എന്നുള്ളതിൽ വരുന്നതാണ് എന്ത് ഈ ഒരു കാര്യങ്ങൾ. The next section is about the chemical bonding. Chemical bonding means introduction. What all are the types of bonds existing? Then ionic bond, then factors favoring the formation of ionic bonds and lattice energy of ionic compounds and its application. Next bond is the covalent bond and Lewis theory, and next is the coordinate bond. And we want to discuss VSEPR theory, which is also discussed in your earlier classes. Then you want to find by using the VSEPR theory, you want to find out the shape of a BeCl2, BF3, SnCl2, CH4, NH3, H2Y and so on. Okay. ഇപ്പോൾ ഈ VSEPR തിയറം ഒരുപാട് തിയറീസ് ഉണ്ട്, അല്ലേ? ഷേപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ VSEPR തിയറി is first one. Second is a valence bond theory based on the hybridization, SPD orbitals. You want to explain what is the sp hybridization, sp2 and sp3d, sp3 and sp3d2 with a specific
എക്സാമ്പിൾസ്. ഇപ്പോൾ ഇവിടെ തന്ന എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. And the next theory is molecular orbital theory. ഇതൊരു പാറ്റേൺ ഉണ്ട്. ഫസ്റ്റിൽ കെമിക്കൽ ബോണ്ടിങ് പറഞ്ഞപ്പോൾ അതിനകത്തുള്ള 3 ബോണ്ട്സ് ഏതൊക്കെയാണ് അല്ലേ? അയണിക് ബോണ്ട് ഫസ്റ്റ് വൺ, കോവാലന്റ് ബോണ്ട് ആൻഡ് കോർഡിനേറ്റ് ബോണ്ട്. നെക്സ്റ്റ് ഇസ് തിയറീസ്. ഫസ്റ്റ് ഇസ് VSEPR theory, valence bond theory, and next is a molecular orbital theory. Linear combination of atomic orbital, that is given as LCAO. The electronic configuration of H2B2, C2, N2O2 and Cu. ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തത്, പക്ഷെ നമ്മളിവിടെ ഒന്നും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഡിസ്കസ് ചെയ്യും. ദ ലാസ്റ്റ് വൺ ഇസ് എ കാൽക്കുലേഷൻ ഓഫ് ബോണ്ട് ഓർഡർ, ഡിറ്റർമിനേഷൻ ഓഫ് ഹോമോ ആൻഡ് ലൂമോ, എക്സ്പ്ലനേഷൻ ഓഫ് ബോണ്ട് ലെങ്ത് ആൻഡ് ബോണ്ട് സ്ട്രെങ്ത്. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ഇസ് വാട്ട് ഇസ് intermolecular forces, hydrogen bonding in water, and also the what is dipole-dipole interactions. So these all are the topics that we want to discuss in the module 2, and these all are the reference books that is referred by the University of Calicut. Reference book ഞാൻ എടുത്ത് പറയാത്തത് depend upon the teachers those who are dealing the module. And the third module is a nuclear chemistry. It is only a 6 hours portion. Very basic portion is here, natural radioactivity. What is natural radioactivity? Modes of decay. Then what is a group displacement law? Then nuclear forces and N/P ratio. Then what is a nuclear stability? Then mass defect, binding energy, and also. The next is isotopes, so isobars and isotones with a particular examples for each one. The next section is a nuclear fission. You know what is an atomic bomb. Next is a nuclear fusion, hydrogen bomb. Then next section is not next section, continuation of that is a nuclear reactors, application of radioactive isotopes, then C4 dating, rock dating, isotopes as a tracers, and radio diagnosis and radiotherapy. So all these are the portions we want to discuss in the module 3, and next module is module 4. There's only 4 module for you, and the last module is a very simple portion, that is a bio-inorganic chemistry, which consisting of 6 hours. Metal ions in biological system, iron, and is very important. Biochemistry of iron is consisting of a hemoglobin and myoglobin, and it's also discussed what is an oxygen transport and CO2 transportation. And here the mechanism is not required. Syllabus അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഔട്ട്ലൈൻ മതി. Then chlorophyll and photosynthesis. Here also the mechanism is not expected. Elementary idea of structure and mechanism of action of sodium potassium pump. Then biochemistry of zinc and cobalt. അപ്പോൾ ഈ ഒരു സിലബസിലൂടെ നിങ്ങൾ പോയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, all the topics that is given here is already discussed in your earlier classes. പക്ഷെ നമ്മളിവിടെ ഒന്നും കൂടെ പഠിക്കുന്ന സമയത്ത് സെയിം പോർഷൻ നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ 4 modules. ഇനി ഓരോ മൊഡ്യൂളിലുമുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫോർ മൊഡ്യൂൾ 1 22 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൊഡ്യൂൾ 2 it is at 25 marks. മൊഡ്യൂൾ 3 it is 16 marks, and മൊഡ്യൂൾ 4 it is also 16 marks. അല്ല, നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് കുറച്ച് മാർക്സ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അബോവ് ആയിട്ട് കാണും. ഇറ്റ് ഷോസ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഷോസ് ദ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സിലബസ് ഇൻ ദ ഫസ്റ്റ് സെമിസ്റ്റർ. ഞാൻ സെക്കൻഡ് സെമ്മ് ഞാനിപ്പോൾ പറയുന്നില്ല, ഇത് മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. സോ അത്രയും മാത്രമേ ഞാനിപ്പോൾ പറയുന്നു. നെക്സ്റ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, how valuation is done for the complementary courses. എങ്ങനെയാണ് നിങ്ങളിത് വാല്യുവേറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ ഇൻറ്റേർണൽസിന് മാർക്ക് തരുന്നത്, എങ്ങനെയാണ് എക്സ്റ്റേർണൽസിന് മാർക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, വാല്യുവേഷനിൽ 15 മാർക്ക് നമ്മൾ പറഞ്ഞ ഇൻറ്റേർണൽസ് നിങ്ങൾക്ക് തരുന്നത് 15 മാർക്സ് ആണ്. അപ്പോൾ ഈ 15 മാർക്സ് ടോട്ടൽ നിങ്ങൾക്കാണ് അല്ലേ, ടോട്ടൽ 15 മാർക്സ് ആണ്. അപ്പോൾ ഈ 15 മാർക്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിയണം. കമ്പോണൻസ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻറ്റേർണൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ, ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ഓൺ അറ്റൻഡൻസ്. ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ക്ലാസ് റൂമിലുള്ള അറ്റൻഡൻസ്, പക്ഷേ അറ്റൻഡൻസ് മാത്രം പോരാ, അതിൽ ആ ഒരു അറ്റൻഡ് ചെയ്തിട്ട് എത്രമാത്രം ആ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾ ടോട്ടലി അറ്റൻഡ് ചെയ്തു എന്ന് കരുതി അയാൾക്ക് മാർക്ക് കൊടുക്കണമെന്ന് യാതൊരു റൈറ്റും ഇല്ല. അതിൽ എന്ത് വേണം, പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് യു വിൽ ഗെറ്റിംഗ് 3 മാർക്സ്. ദെൻ ടെസ്റ്റ് പേപ്പർ നടത്തും, അതായത് ഇൻറ്റേർണൽ ടെസ്റ്റ് പേപ്പർ, ഇൻറ്റേർണൽ പേപ്പേഴ്സ്, അതിനെ ബേസ് ചെയ്ത് അതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. ദാറ്റ് ഈസ് 6 മാർക്സ്. അത് നിങ്ങൾ ഏതിലാണോ, ഇപ്പോൾ 50ലാണ് എക്സാം നടത്തുന്നതെങ്കിൽ ആ 50ലുള്ള മാർക്കിനെ നമ്മൾ
6 കൺവേർട്ട് ചെയ്യും. ആ ഒരു മാർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് അസൈൻമെൻറ്റ്. തേർഡ് ക്രൈറ്റീരിയ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റിന് നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് കറക്റ്റ് ടൈംലി സബ്മിഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ടൈംലി സബ്മിഷൻ ചെയ്യുന്നവർക്ക് 3 മാർക്സ്. അത് ഒരു അസൈൻമെൻറ്റ് എന്നല്ല, ഓരോ മൊഡ്യൂൾസിലും ഓരോ അസൈൻമെൻറ്റ്സ് തരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് 3 മാർക്സ് വരുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് എ സെമിനാർ ഓർ വൈവ. ഒന്നുകിൽ സെമിനാർ പ്രസൻറ്റ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ വൈവ പ്രസൻറ്റ് ചെയ്യിപ്പിക്കാൻ. ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, മാർക്ക് വരുന്നത്. സോ 3. സോ ടോട്ടൽ മാർക്സ് വിൽ ബി 15. സോ ഐ തിങ്ക് നൗ യു ക്ലിയർ ഹൗ ദ 15 മാർക്സ് ഇൻറ്റേർണൽസ് ഇസ് കമ്മിങ്. നെക്സ്റ്റ് നമ്മൾ അറ്റൻഡൻസിൻ്റെ കാര്യം പറഞ്ഞു. അറ്റൻഡൻസിൽ ടോട്ടൽ 3 മാർക്സ് ആണ്. അതിന് എങ്ങനെയാണ് 3 മാർക്സ് വരുന്നത് എന്നുള്ളത് പെർസെൻറ്റേജ് ഓഫ്, അതാണ് സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത്. പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് 85% ആൻഡ് എബവ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്സ്. ദെൻ 75 to below 85% ആണെങ്കിൽ യു വിൽ ഗെറ്റിംഗ് 2 മാർക്സ്. ദെൻ 50 to 75% ആണെങ്കിൽ 1 മാർക്ക്. ബിലോ 50% ആണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്സ് ഫോർ യുവർ അറ്റൻഡൻസ്. അറ്റൻഡൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കണ്ടോണേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതൊക്കെ അടയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻറ്റേർണൽസ് എങ്ങനെ വരുന്നു എന്നത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി ഒരു ഇൻറ്റേർണൽ ടെസ്റ്റ് പേപ്പർ പറഞ്ഞു അല്ലേ, ആ പേപ്പർ പാറ്റേൺ ഓഫ് ടെസ്റ്റ് പേപ്പേഴ്സ് 1 hour ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. ഷോർട്ട് ആൻസർ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 6 ആയിരിക്കും. ഈച്ച് കണ്ടെയ്നിങ് 2 മാർക്സ് ആൻഡ് സീലിംഗ് ഓഫ് മാർക്കേഴ്സ് 10. അതുപോലെ പാരഗ്രാഫ് 4 ഈസ് എ ക്വസ്റ്റ്യൻ 2. ഇത് നിങ്ങളൊരു ജനറലി ഇത് ചേഞ്ച് വരാം, അതായത് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിനനുസരിച്ച് ചേഞ്ച് വരും. പക്ഷേ ബേസിക്കലി എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഇത് തന്നെയാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതർ ഇസ് എ ക്വസ്റ്റ്യൻ. ഇതിനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഷോ യു ഹൗ ദ എക്സ്റ്റേണൽ വാല്യുവേഷൻ ഇസ് കമ്മിങ്. എക്സ്റ്റേണൽ വാല്യുവേഷൻ നമ്മൾ 60ലാണ്. 60 എന്ന് പറയുന്നത് 2 hours ആണ് നിങ്ങളുടെ ഒരു പേപ്പറിൻ്റെ. 2 hours ആണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ഡ്യൂറേഷൻ 2 hours. പാറ്റേൺ ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ഇസ് എ ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസേഴ്സ് 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാരഗ്രാഫ് ആണെങ്കിൽ 7 ക്വസ്റ്റ്യൻസ്, എസ്സേ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടതാണ്. സോ സീലിംഗ് ഓഫ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ ടോട്ടലി യു വിൽ ഗെറ്റിംഗ് 60 മാർക്സ്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രാക്ടിക്കൽ, ഞാൻ പറഞ്ഞു അല്ലേ, പ്രാക്ടിക്കൽ വാല്യുവേഷനാണ്. പക്ഷെ അത് നിങ്ങൾക്ക് വരുന്നത് സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സിലബസ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, നോട്ട് മേക്കിംഗ് യു കൺഫ്യൂസ്ഡ്. ഓക്കെ, എനിവേ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടിക്കലിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രാക്ടിക്കലിന് എക്സ്റ്റേണൽ മാർക്ക് 80യും ഇൻറ്റേർണൽ മാർക്സ് 20യാണ്. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറഞ്ഞാൽ 100 മാർക്സ് ആണ് നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇവിടെ കാണിക്കാം. 60 മാർക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും കൂടെ കാണിക്കാം. സോ ദിസ് ഇസ് എ ഫസ്റ്റ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ആൻഡ് ദിസ് ഇസ് CBC SSUG കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് CBC SSUG എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആൻഡ് ദിസ് ഇസ് യുവർ കോഡ്, പേപ്പർ കോഡ് CHE1 C01 കോംപ്ലിമെൻ്ററി കോഴ്സ് 1 ആൻഡ് യുവർ പേപ്പർ നെയിം ഇസ് ജനറൽ കെമിസ്ട്രി. And total our duration is 2 hours and maximum marks is 60. And 3 sections. Section 1, what is the short answers? Answer question up to 20 marks. Each question carries 2 marks. ഇതിനകത്ത് കൂടുതൽ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എത്ര എഴുതിയാൽ മതി, ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് അപ് ടു 20 മാർക്സ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 2 മാർക്സ്. ഇവിടെ നോക്കിയേ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അബൌട്ട് 20 മാർക്സിൻ്റെ വന്നു. നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മതി, 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് യുവർ സെക്ഷൻ 1. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഓഫ് സീലിംഗ് ഓഫ് മാർക്ക് 20. നെക്സ്റ്റ് സെക്ഷൻ B is a paragraph part. Answer questions up to 30 marks. അതായത് സീലിംഗ് എത്രയാണ് വരുന്നത്, സീലിംഗ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് 30 ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. പക്ഷേ ഇവിടെയും ചോയ്സസ് ഉണ്ട്. 1 2 3 4 5 6 ആൻഡ് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്ര മാർക്കിന് എഴുതിയാൽ മതി, 30 മാർക്സിനുള്ളത് എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് ഇസ് എ തേർഡ് സെക്ഷൻ, ദാറ്റ് ഇസ് എസ്സേ. നിങ്ങളൊരു ഒറ്റ എസ്സേ മാത്രം എഴുതിയാൽ മതി. 10 മാർക്സ് ആണ് ഇതിനുള്ളത്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് എ ചോയ്സ് ക്വസ്റ്റ്യൻ. ആൻസർ എനി വൺ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 മാർക്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇവിടെ മാക്സിമം മാർക്സ് 60. സോ സീലിംഗ് 20 + 30 + 10. Okay, so I think it's clear for you now.
ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് us. ഓക്കെ.